ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു കോളിഫ്ലവർ ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എക്സാക്ട് റെസിപ്പിയൊന്നും അല്ല, എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് നമ്മുടെ കോളിഫ്ലവർ ബജി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കോളിഫ്ലവർ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. നമുക്ക് അതിന് നമുക്ക് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. ബൗളിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ട നമുക്ക് ഒന്നോ രണ്ടോ, അതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ ഇവിടെ എടുക്കുന്നത് മൈദപ്പൊടിയാണ്. കടലമാവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ മൈദപ്പൊടി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അതാണ് എടുത്തത്. പിന്നെ കുറച്ച് അരിപ്പൊടി ഇടുന്നുണ്ട്. അരിപ്പൊടി എന്തിനാണ് ഇട്ടതെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനാണ്. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇതിന് കണ്ടത് നമ്മുടെ കോളിഫ്ലവർ നല്ല ഉപ്പിലും മഞ്ഞപ്പൊടിയിലും ഇട്ട് വേവിച്ച് വെച്ചത് ഹാഫ് കുക്ക്ഡായിട്ട് എടുത്തതാണ്. അത് നന്നായിട്ട് ഹാഫ് കുക്ക്ഡായിട്ട് നമ്മൾ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇനി നമുക്കൊരു പാൻ എടുക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക, വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മുടെ ആ ബാറ്ററിനകത്തേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കത് വെളിച്ചെണ്ണ നല്ല ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനിപ്പോൾ കളറൊന്നും ഒരുപാട് നിങ്ങൾക്ക് തോന്നത്തില്ല. കളറിന് വേണ്ടി നമുക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഈ ഫുഡ് കളർ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ ചെയ്യണം കൊണ്ട് തന്നെ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ആഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിത്തെയും കൂടി അങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, ഈ ലാസ്റ്റ് വൺ നമ്മളങ്ങനെ ചെയ്തെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആവും. നമ്മൾ കോളിഫ്ലവർ ഓൾറെഡി ഹാഫ് ഫുഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സാധനം നമുക്ക് സെറ്റാക്കി കിട്ടും. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ബജിയൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ. ടേസ്റ്റ് നോക്കിയിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം എനിക്കിഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. എല്ലാവരും ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.